വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് MP വീരേന്ദ്രകുമാർ. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് അതിർവരമ്പുകളില്ല. മതേതര സംരക്ഷണത്തിന് വേണ്ടി എന്തു വില കൊടുക്കാനും തയ്യാറാകണം. ഇത് JDUവിൻ്റെ കർത്തവ്യമാണെന്നും MP വീരേന്ദ്രകുമാർ കോഴിക്കോട് പറഞ്ഞു. എൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ പറയാം, ഈ ഉയർത്തുന്ന സമസ്യകളിൽ നിങ്ങളോടൊപ്പം എത്ര ദൂരം പോകേണ്ടി വന്നാലും നിങ്ങളോടൊപ്പം അതുപോലെ എത്ര ദൂരം പോകേണ്ടി വന്നാലും ഞങ്ങൾക്ക് തന്നെ അത് ഞങ്ങളുടെ കർത്തവ്യമായിട്ട് ഏറ്റെടുക്കുന്നത്. വർഗീയതയ്ക്കെതിരായി പോരാട്ടത്തിന് വരമ്പുകളിൽ അനുസരിക്കുന്നവരാണ് ഞങ്ങൾ. എല്ലാവരും സഹകരിക്കണം, പോരാടണം. രാഷ്ട്രത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി. LDF വിട്ടതിന് ശേഷം ഇതാദ്യമായാണ് വീരേന്ദ്രകുമാർ CPIMൻ്റെ വേദിയിലെത്തുന്നത്. വീരേന്ദ്രകുമാർ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. MP വീരേന്ദ്രകുമാറുമായി വേദി പങ്കിട്ടത് രാഷ്ട്രീയ മുന്നണി മാറ്റത്തിൻ്റെ ഭാഗമല്ലെന്ന് കോടിയേരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവരങ്ങളുമായി രമേശ്രീ രാധാകൃഷ്ണൻ. രമേശ്രീ, ഇപ്പോഴും തുടരുകയാണോ കൂടിക്കാഴ്ച? എന്താണ് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? കോടിയേരിയുമായുള്ള വീരേന്ദ്രകുമാറിന്റെ കൂടിക്കാഴ്ച തുടരുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതു നേതാക്കളുമായി വീരേന്ദ്രകുമാർ നടത്തുന്ന കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യം അർഹിക്കുകയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനുമായി വീരേന്ദ്രകുമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പുറകെയാണ് ഇന്നിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ കോഴിക്കോട് മാതൃഭൂമിയിൽ എത്തി വീരേന്ദ്രകുമാറിന് സന്ദർശനം നടത്തുന്നത്. 5 സമയങ്ങൾക്ക് മുൻപാണ് കോടിയേരി മാതൃഭൂമിയിൽ എത്തിയത്. ഇരുവരും ഒരേ സമയത്ത് തന്നെയാണ് ഓഫീസിൽ എത്തിയത്. ഇപ്പോൾ കൂടിക്കാഴ്ച തുടരുകയാണ്. നിഷാദ്. രമേശ്രീ വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹം CPIMൻ്റെ നേതാവാണ്. ആനത്തലവട്ടമാനത്തിന് CPIM സംസ്ഥാന നേതാവ്, ഒപ്പം ഷെയ്ഖ് പി ഹാരിസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ കുഞ്ഞിക്കണ്ണൻ, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഏതറ്റം വരെയും പോകാൻ സന്നദ്ധനാണ്, അതെൻ്റെ പാർട്ടിയുടെ കർത്തവ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പൂർണ്ണാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഇടതുചേരിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നതിൻ്റെ സൂചനയായി അദ്ദേഹം പറഞ്ഞതാണ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഇടത് മുന്നണിയുടെ നേതാവല്ല വീരേന്ദ്രകുമാർ. വീരേന്ദ്രകുമാർ UDFൻ്റെ നേതാവാണ്. പക്ഷേ വീരേന്ദ്രകുമാറിൻ്റെ ലോകവീക്ഷണവും രാഷ്ട്രീയവും ഇടതുപക്ഷത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. സാമൂഹ്യനീതിക്കും സ്ഥിതിസമത്വത്തിനും വേണ്ടിയുള്ള ഒരു ചിന്താധാരയാണ് വീരേന്ദ്രകുമാർ പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവും പാരമ്പര്യവും തന്നെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി സംഘപരിവാറിൻ്റെ അജണ്ടയായിട്ടുള്ള ഹിന്ദുരാഷ്ട്ര നിർമ്മാണമാണ്. ഹിന്ദുരാഷ്ട്രം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മോഡി സർക്കാർ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കെതിരായിട്ട് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. അത് ന്യൂനപക്ഷങ്ങളിൽ വലിയ രീതിയിൽ അരക്ഷിതബോധം ഉണ്ടാക്കുകയാണ്. ഗർവാബസിയും ലവ് ജിഹാദും മീറ്റ് ജിഹാദും ക്രിസ്ത്യൻ പള്ളികൾക്കെതിരായിട്ട് തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങളും എല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷത്തിൻ്റെ മതമാണ് രാഷ്ട്രമെന്നും ഭൂരിപക്ഷത്തിൻ്റെ സംസ്കാരമാണ് സാംസ്കാരിക ദേശീയതയെന്നും വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അക്രമോത്സുകമായ കടന്നാക്രമണ ത്വരയാണ് കാണിക്കുന്നത്. ഇതിനെതിരായിട്ട് എല്ലാ വിഭാഗം ആളുകളും യോജിക്കണം എന്നുള്ളത് മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പുരോഗമന ഇച്ഛുക്കളുടെയും നിലപാടാണ്. സഖാവ് വീരേന്ദ്രകുമാർ അത് MP വീരേന്ദ്രകുമാറിന് UDFനകത്ത് നിന്നുകൊണ്ട് ആ പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാമെന്നും UDFനകത്ത് നിന്നുകൊണ്ട് തന്നെ അങ്ങനെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിങ്ങൾ ഉയർത്തുന്ന പോരാട്ടത്തിൽ അണിചേരാൻ കഴിയുമെന്നുമാണ് താങ്കൾ കരുതുന്നത്? ശ്രീ കുഞ്ഞിക്കണ്ണൻ. എന്നോടാണോ? വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വീരേന്ദ്രകുമാറിനെ പോലുള്ള ഒരു മതനിരപേക്ഷ പുരോഗമനവാദിക്ക് വലിയ പങ്ക് വഹിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സമൂഹത്തിൽ ഇടതുപക്ഷത്തിന്, മതനിരപേക്ഷ പ്രസ്ഥാനത്തിന് നിർണായക സ്വാധീനമുള്ള ഒരു സമൂഹത്തിൽ കേന്ദ്രഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വേരുപിടിപ്പിക്കാൻ ജാതി സംഘടനകളുടെയൊക്കെ കടന്നുകയറ്റം നടത്താനാണ് BJP സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ മണ്ഡലം എന്ന നിലക്ക് വീരേന്ദ്രകുമാറിനെ പോലുള്ള ആളുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാം, അത് ഏതറ്റം വരെയും പോകാൻ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ സന്നദ്ധരാണ്, അത് ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞാൽ അതിനർത്ഥം എല്ലാ അർത്ഥത്തിലും സമഗ്രാർത്ഥത്തിൽ നിങ്ങളുമായി ചേർന്നു പോകുന്ന സമീപനം അദ്ദേഹം കൈക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. അതിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഈ പ്രസ്താവന എന്ന് നിരീക്ഷിക്കുന്നുണ്ടോ? അതോ ആ ഒരു ചടങ്ങിൽ പറയേണ്ടത് അത്രമാത്രം അത് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ? ശ്രീ വീരേന്ദ്രകുമാർ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആളാണ്. മാത്രമല്ല നവലിബറൽ നയങ്ങളെ ശക്തിയായി എതിർത്തിരുന്ന ഒരാളാണ് വീരേന്ദ്രകുമാർ. വലിയ സംഭാവന അദ്ദേഹം ആ നയങ്ങൾക്കെതിരായി തൻ്റെ തൂലിക ചലിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്.
അദ്ദേഹത്തിന് സ്വാഭാവികമായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിൽ നിൽക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ അദ്ദേഹം പ്രകാശിപ്പിച്ച അഭിപ്രായങ്ങളൊക്കെ ശരിയാണെങ്കിൽ ആ നവലിബറൽ നയങ്ങൾ നമ്മുടെ രാജ്യത്തെ എവിടെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് നമ്മൾ അനുഭവിച്ചു വരികയാണ്. ആ നവലിബറൽ നയങ്ങൾ അതിനേക്കാൾ വേഗതയിൽ നടപ്പാക്കുന്ന ഒരാളാണ് ഇപ്പം നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി നേരത്തെ മിസ്റ്റർ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മറ്റ് മതവിഭാഗങ്ങളെയൊക്കെ ശത്രുക്കളായി കണ്ടിട്ടുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ ഒരു തരത്തിലും ശ്രീ വീരേന്ദ്രകുമാറിനോ അതേ ആശയഗതി വെച്ച് പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആളുകൾക്കോ അവിടെ നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ തന്നെ ജനതാ പരിവാർ എന്നുള്ള നിലയിൽ മറ്റ് കക്ഷികളൊക്കെ ഒരു ആലോചന നടത്തി യോജിച്ച് നിൽക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അതാണ്. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി കോൺഗ്രസിന്റെ കൂടെ വീരേന്ദ്രകുമാർ അങ്ങനെ ചിന്തിക്കുന്നു താങ്കൾ കാണുന്നുണ്ടോ? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അതായത് കോൺഗ്രസ് മുന്നണിക്കകത്ത് നിൽക്കുകയും ആ മുന്നണിക്കകത്ത് തങ്ങൾക്ക് കിട്ടാത്ത അവകാശങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം. അവിടെ ഞങ്ങൾക്ക് ജില്ലാ കൺവീനർ സ്ഥാനം കിട്ടുന്നില്ല, ഞങ്ങളുടെ പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ, അത് അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ മുന്നണിക്കകത്ത് തന്നെ നിൽക്കാനുള്ള ആവശ്യങ്ങളെ അദ്ദേഹം ഉന്നയിക്കുന്നുള്ളൂ. മറിച്ച് എന്തെങ്കിലും നയപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ മുന്നണിക്കകത്തുള്ള വലിയ അഴിമതിയോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളല്ല അദ്ദേഹം ഉന്നയിക്കുന്നത്. തങ്ങളുടെ പാർട്ടിക്ക് അതിനകത്ത് കിട്ടുന്ന പരിഗണനയെ സംബന്ധിച്ചുള്ള പരാതികളാണ്, പരിഭവമാണ് അദ്ദേഹത്തിനുള്ളത്. അത് പരിഹരിക്കപ്പെട്ടാൽ അവിടെ തന്നെ നിൽക്കുക എന്ന ലക്ഷ്യവും. ആ വീരേന്ദ്രകുമാർ എങ്ങനെ ഇപ്പുറത്തേക്ക് വരുമെന്നാണ് പ്രായോഗിക ബുദ്ധിയെ നിരീക്ഷിച്ചാൽ കാണാനാവുക. അപ്പോൾ ശ്രീ കുഞ്ഞകൃഷ്ണനും വീരേന്ദ്രകുമാരും പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാതാകും. പറയുന്നത് ഈ വിഷയങ്ങളാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഇതാണ് പ്രാമുഖ്യമായി ഇപ്പോൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് ശ്രീ കുഞ്ഞകൃഷ്ണനും അതുപോലെ വീരേന്ദ്രകുമാറും ഒക്കെ പറയുന്നതെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ UDFൻ്റെ ആ മുന്നണിയുടെ അകത്ത് നിൽക്കാൻ സാധിക്കുക? ആ UDFൻ്റെ നയം ഈ നവലിബറൽ നയങ്ങൾ നടപ്പാക്കുന്ന നയമല്ലേ? വിശേഷിച്ച് ഇന്ന് സംസ്ഥാനത്താകെ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത വിധത്തിൽ ശ്രീ KPCC പ്രസിഡന്റ് ശ്രീ സുധീരനടക്കം പറഞ്ഞിരിക്കുന്നു, മാറ്റം വരുത്തിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരിക്കാനുള്ള സ്ഥാനം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അഴിമതി എന്ന് പറയുന്നത് ഭരണതലത്തിലും ഔദ്യോഗിക തലത്തിലും എല്ലാം അഴിമതി കൊടികുത്തി വാഴുകയാണ്. മന്ത്രിമാർ തലസ്ഥാന നഗരിയിൽ 3 ദിവസം പോലും ഇരിക്കുന്നില്ല. മന്ത്രിസഭ കൂടാൻ വേണ്ടി മാത്രം വരിക, ഇവിടെ നിന്ന് അപ്പം തന്നെ തിരിച്ചു പോകുക. ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ, അഴിമതി ആക്ഷേപങ്ങളെക്കുറിച്ചൊക്കെ അത് ശരിവെക്കുന്ന തരത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത ഒരു സമീപനമല്ലേ ശ്രീ സുധീരൻ പോലും എടുത്തിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പാർട്ടിയാണല്ലോ കേരളം ഭരിക്കുന്ന. അദ്ദേഹത്തിന്റെ പ്രസംഗം പരിശോധിച്ചാൽ അദ്ദേഹം ഈ ഇടതുപക്ഷത്തോടൊപ്പം വർഗീയതയ്ക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന നിലയെടുത്ത് കണ്ടില്ല. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ 56 ദിവസത്തെ അവധിയെ പോലും അദ്ദേഹം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന നില കണ്ടു. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിമർശനങ്ങളിലും വിവാദങ്ങളിലുമൊക്കെ രാഹുൽ ഗാന്ധിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമീപനമാണ് ഈ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തത്. അതായത് കോൺഗ്രസിനോട് ഈ വിഷയങ്ങൾ കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്നില്ല, കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിരോധ സേനയെ ഉണ്ടാക്കലാകും, ആ നയത്തിൻ്റെ ഭാഗമായാകും അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയത്. അദ്ദേഹം ഇതുപോലെ ഒരു വിലപേശൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് കാത്തിരുന്ന് നമുക്ക് കാണാം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുന്നണിയിൽ പ്രാതിനിധ്യം, കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടുക, ഇതൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ ഇദ്ദേഹത്തിന് ഈ പറച്ചിലുമായിട്ട് ഒരു പൊരുത്തം ഉണ്ടാവില്ല. അതേ എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറില്ല. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ശ്രീ വീരേന്ദ്രകുമാറിനെ പോലുള്ള ആൾക്കാർ അദ്ദേഹം പണ്ട് ഒരു 10-30 വർഷക്കാലമായ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി വെച്ച് പുലർത്തുകയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുകയും ഇടതുപക്ഷ മുന്നണിയിൽ നിന്നയാളാണ്. ഒരു താൽക്കാലികമായ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അപ്പുറത്തേക്ക് പോയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം ഇത് റിയലൈസ് ചെയ്യുന്നുണ്ടാവാം. അത് പോയതിൻ്റെ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, കോട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നതിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പ് നടത്തിയ ചില സ്റ്റേറ്റ്മെന്റിലൊക്കെ തന്നെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെയും പോകുമെന്നാണ് MP വീരേന്ദ്രകുമാർ എന്ന് CPIM-ന്റെ വേദിയിൽ പ്രസംഗിക്കവേ പറഞ്ഞത്. അങ്ങനെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ശക്തമായി അണിചേരുന്നതിന് LDFന്റെ ഭാഗമാകണമെന്ന അഭിപ്രായമുണ്ടോ? അല്ല, വീരേന്ദ്രകുമാർ ഇത് നേരത്തെ പറഞ്ഞതാണ്. വീരേന്ദ്രകുമാർ പ്രദാനം ചെയ്യുന്ന പാർട്ടിയുടെ അടിസ്ഥാനപരമായ നിലപാട് അത് തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് BJP-യുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തനത്തിനെതിരെ രാഷ്ട്രീയത്തിനതീതമായ ഒരു പ്ലാറ്റ്ഫോം വേണമെന്നുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ ഇന്ന് അദ്ദേഹം പങ്കെടുത്തത്. തീർച്ചയായും മതേതരത്വത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഉപയോഗിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിശാലമായ പ്രതിരോധ ചേരി ഉണ്ടാക്കണമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ കോൺഗ്രസ് മുന്നണി വിട്ടു പോവേണ്ട ഒരു അത്യന്താപേക്ഷിതമായ സാഹചര്യം നിങ്ങൾക്ക് മുൻപിൽ ഇപ്പോഴില്ലല്ലോ, ഉണ്ടോ?
ഇല്ല, വർഗീയതയ്ക്കെതിരെ ഒരു സെമിനാറിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി മാറ്റവുമായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇന്ന് കേളുവട്ടൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് ഈ സെമിനാർ സംഘടിപ്പിച്ചത്. വീരേന്ദ്രകുമാറിനെ കൂടാതെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മുൻ KPCC പ്രസിഡന്റായ K. മുരളീധരൻ MLA അവർ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പങ്കെടുത്തോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടുന്ന ഒരു വിശാല മതേതര മുന്നണി ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതാണ്. പക്ഷേ ശ്രീ ആനത്തലവട്ടമാനന്ദൻ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ പാലക്കാട്ടെ തോൽവിയും അല്ലെങ്കിൽ ജില്ലാ മുന്നണി കൺവീനർ സ്ഥാനവും പോലെയുള്ള സംഘടനാ പദവികൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് MP വീരേന്ദ്രകുമാറിന് മുന്നോട്ട് വയ്ക്കാനുള്ളതെങ്കിൽ അത് നിരാശാജനകമാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവുമായി അത് ചേർന്നു പോകുന്നില്ല. മറിച്ച് അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് കൂടുതൽ ഗൗരവതരമായ സാമൂഹിക അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് കൂടുതൽ നന്നായേനെയെന്ന്. അല്ല, കോൺഗ്രസിന്റെ നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുമ്പോൾ ആ മുന്നണിയിലെ ഘടകകക്ഷി എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ടായ ചില പരാതികൾ പരിഭവങ്ങൾ, അതിന്റെ പേരിൽ ചില ഇഷ്യൂസ് ഉണ്ടായി എന്നതിനപ്പുറം നിലപാടുകൾക്കൊന്നും മാറ്റമില്ല. ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകുമ്പോഴും മുന്നണി സംവിധാനം എന്ന് പറയുന്നത് തന്നെ വിവിധ പാർട്ടികൾ ചേർന്നുള്ള മുന്നണിയാകുമ്പോൾ അതാത് പാർട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള പരിപാടികളും നിലപാടുകളും ഉണ്ട്. ഒരു കോമൺ പ്ലാറ്റ്ഫോമിന്റെ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുന്നണിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത്. ആ മുന്നണിയിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടായിരുന്നു. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു മതേതര ജനാധിപത്യ പ്ലാറ്റ്ഫോം ഉണ്ടാകേണ്ട സാഹചര്യത്തെ സംബന്ധിച്ച് അത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് അത് മതേതര കക്ഷി എന്ന നിലയിൽ കോൺഗ്രസും മതേതരത്വത്തിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വളരെ വലുതായതുകൊണ്ടാണ് അവർ ഉൾപ്പെടുന്ന ഒരു വിശാലമായ ഒരു ചേരി ഉണ്ടാകണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് തന്നെയാണ് ജനതാ പരിവാറുകൾ യോജിക്കാനുണ്ടായ കാര്യവും അത് തന്നെയാണ്. ഞാൻ വരാം, താങ്കളിലേക്ക് ദയവായി തുടരുമോ? ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഇക്കാര്യത്തിൽ ഈ മുന്നണിക്കകത്ത് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ തിടുക്കം കൂട്ടുന്നുമുണ്ട് പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രി അടക്കമുള്ളവരും. അപ്പോഴും നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ വീരേന്ദ്രകുമാർ ഇങ്ങോട്ട് തിരികെ വരാൻ പോകുന്നുവെന്ന്? ഇന്നലെ VS അച്യുതാനന്ദൻ കൂടിക്കാഴ്ച നടത്തുന്നു, ഇന്ന് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുന്നു. നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പ്രഭാഷകനായി വരുന്നു. ആ നിലയ്ക്ക് അദ്ദേഹത്തെ നിങ്ങൾ വേണ്ട നിലയ്ക്ക് ഡീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം വരാൻ പോകുന്നുവെന്ന പ്രതീക്ഷ നല്ല നിലയിൽ വെച്ച് പുലർത്തുകയാണോ പാർട്ടി? അല്ല, ഇന്നത്തെ ഇന്ത്യൻ ദേശീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികൾക്ക് യോജിച്ച് നിൽക്കലല്ലാതെ വേറെ മാർഗമില്ല. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് തന്നെ ഇടതുപക്ഷ മതേതര ശക്തികളുടെ കൂട്ടുകെട്ട് ശക്തിപ്പെടുത്തിയെടുക്കണം, വളർത്തിയെടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ജനാധിപത്യ മതേതര കക്ഷി ഇക്കാര്യത്തിൽ ഇടതുപക്ഷ കക്ഷി താല്പര്യമെടുത്താലും അവരെ സഹകരിപ്പിക്കുന്ന ഒരു സമീപനമായിരിക്കും ഞങ്ങൾ എടുക്കുന്നത്. പക്ഷേ താല്പര്യം എടുക്കേണ്ടത് അവരാണ്. അവരിങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പറയുകയും പ്രവൃത്തി മറ്റൊന്നും ആയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ശ്രീ കുഞ്ഞിക്കണ്ണൻ നേരത്തെ അവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സമയത്ത് രാഹുൽ ഗാന്ധി വലിയ നീളമുള്ള അവധി എടുത്തു പോയതിന് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നത് കണ്ടു. അദ്ദേഹം എവിടെ പോയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്ന ചോദ്യം. ഒപ്പം രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് രംഗത്ത് വന്ന സാക്ഷി മഹാരാജിനെ പോലെയുള്ളവരെയും അദ്ദേഹം വിമർശിക്കുന്നതും കണ്ടു. ആ നിലയിൽ കോൺഗ്രസിനെയും സംരക്ഷിച്ചുകൊണ്ടുള്ള സമീപനം അദ്ദേഹം എടുത്തു. ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ ഈ നിലയ്ക്കുള്ള പോരാട്ടങ്ങൾക്കൊപ്പം ചേരുകയും ചെയ്യുമെന്ന്. എങ്ങനെയാണ് ആ പ്രസംഗത്തെ നോക്കിക്കാണുന്നത്? അദ്ദേഹം കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിചേരുക എന്ന നയമേ അദ്ദേഹത്തിനുള്ളൂ. മറിച്ച് പൂർണ്ണമായും കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വലിയ പോരാട്ടം നയിക്കുക എന്ന ലക്ഷ്യമൊന്നും വീരനില്ല എന്നല്ലേ ആ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് മതേതരത്വം പറയുന്നെങ്കിലും അത് ഉയർത്തിപ്പിടിക്കാനോ സംരക്ഷിക്കാനോ കോൺഗ്രസിനാവില്ലെന്ന് അവർ തന്നെ തെളിച്ചിട്ടുണ്ടല്ലോ. അതാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾ ആ പ്രസംഗം കേട്ടുവല്ലോ. താങ്കൾ എന്താണ് അക്കാര്യത്തിൽ കാണുന്നത്? വീരേന്ദ്രകുമാറിൻ്റെ ഈ സെമിനാറിലെ പ്രസംഗം എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ അവിടെ തന്നെ വ്യക്തമാക്കിയതുപോലെ ഫാസിസത്തിനെതിരായിട്ട്, അതായത് ഹിന്ദുമത രാഷ്ട്രവാദം എന്ന ഒരു ഫാസിസ്റ്റ് അധികാര പ്രക്രിയ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിരിക്കുകയാണ്. അതിനെതിരായിട്ട് വിശാലമായ ഒരു പ്രത്യയശാസ്ത്ര മണ്ഡലം രൂപപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഫാസിസം എന്ന് പറയുന്നത് സംഘടിതമായ ഒരു പ്രത്യയശാസ്ത്രം കൂടിയാണ്. അതിനെതിരായിട്ട് യോജിക്കാവുന്ന മതനിരപേക്ഷവാദികളായിട്ടുള്ള എല്ലാ ആളുകളെയും യോജിപ്പിക്കുന്ന, അവരുമായി സംവാദം ആരംഭിക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലക്കാണ് കേളുവട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഇത്തരൊരു ചർച്ച സംഘടിപ്പിച്ചത്. അതിൻ്റെ സംഘാടകൻ എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമാക്കാനുള്ളത്, ഈ കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 21-ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയവും അതുപോലെ തന്നെ അടവ്
ലൈൻ അവലോകന രേഖയുണ്ട്. അതിൽ വളരെ വ്യക്തതയോടുകൂടി പറയുന്ന എന്താണ്, രണ്ട് മുഖസമരം, ദ്വിമുഖ സമരമാണ്. ഒന്ന്, വർഗീയത ഉയർത്തുന്ന അടിയന്തര ഭീഷണിക്കെതിരായിട്ടുള്ള വിശാലമായ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യമുണ്ടാക്കണം. ഈ വർഗീയത വളർന്നു വരുന്ന സാമ്പത്തിക നയത്തിനെതിരായിട്ട് ഒരു ബദൽ നയം മുന്നോട്ട് വെക്കണം. ഈ ബദൽ നയം രൂപപ്പെടുത്തുന്നതും ബദൽ രാഷ്ട്രീയ ശക്തികളെ വളർത്തിയെടുക്കുന്നതും മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള ഐക്യപ്പെട്ട പ്രവർത്തനമൊക്കെ പരസ്പര ബന്ധിതവുമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രക്രിയമാണ്. ഒരു സെമിനാറിലൂടെ പരിഹരിക്കാവുന്ന ഒരു വിഷയമേ അല്ല ഇത്. വീരേന്ദ്രകുമാർ സംഘപരിവാറിനെതിരായിട്ട്, അത് ഉയർത്തുന്ന ഫാസിസ്റ്റ് ഭീഷണിക്കെതിരായിട്ട് ഈ രാജ്യത്ത് വിശാല ജനാധിപത്യ ശക്തികളുടെ ഐക്യം ഉണ്ടാവണം, അത്തരം ഒരു പൊസിഷൻ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നെ നിങ്ങളിവിടെ പറയുന്നത് പോലുള്ള ഒരു പ്രസംഗം അദ്ദേഹം അവിടെ നടത്തിയിട്ടില്ല. കേദാർനാഥിൽ നേപ്പാളിൽ രാഹുൽ ഗാന്ധി പോയത് കൊണ്ടാണ് അവിടെ ഭൂകമ്പമുണ്ടായത് എന്ന് പറയുന്നത് പോലുള്ള വളരെ വംശീയവും വളരെ മാംസഭക്ഷണം കഴിക്കുന്ന ഒരാൾ അവിടെ സന്ദർശിച്ചുകൊണ്ടാണ് അവിടെ ഭൂകമ്പമുണ്ടാകുന്നത് എന്ന ഈ സാക്ഷി മഹാരാജിനെ പോലുള്ള ആളുകളുടെ ഫാസിസ്റ്റ് വംശീയ പരാമർശങ്ങളെ വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം കോൺഗ്രസിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഐക്യമുന്നണിയുടെ നിന്നുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കാമെന്നോ മതനിരപേക്ഷ ശക്തികളെ ഐക്യപ്പെടുത്താമെന്നോ അത്തരം വാദങ്ങളിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല. അത് രാഷ്ട്രീയ മണ്ഡലത്തിലെ പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വീരേന്ദ്രകുമാറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇന്നിപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുന്നു. അവരുടെ ചടങ്ങുകളിലേക്ക് പ്രധാനിയായി അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നു. ഇപ്പോൾ വഞ്ചനാപരമായ നിലപാടെടുത്ത് പോയവരാണ്, അവർ വേണമെങ്കിൽ തെറ്റുതിരുത്തി വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ച, കാർക്കശ്യ നിലപാട് സ്വീകരിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ട് സംസാരിക്കുകയാണ്. എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്? ഇത്തരം കൂടിക്കാഴ്ചകളിലൂടെ അവരെന്ത് ലക്ഷ്യം വെക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ VS-മായിട്ടുള്ള കൂടിക്കാഴ്ചയും ഇന്നത്തെ സെമിനാറുമെല്ലാം യാദർച്ഛികമായി തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്നു ഭവിച്ചതാണ്. VS അച്യുതാനന്ദൻ അദ്ദേഹം കോഴിക്കോട് വന്ന സമയത്ത് വീരേന്ദ്രകുമാർ സുഖമില്ലാതിരുന്ന ആളെ കാണാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. വീരേന്ദ്രകുമാർ അന്ന് കണ്ണൂരിൽ നിന്ന് മടങ്ങെ അദ്ദേഹം നേരിട്ട് വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് VS അച്യുതാനന്ദനെ കാണുകയായിരുന്നു. അതൊരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന് രണ്ട് നേതാക്കന്മാരും വാക്കുകയുണ്ടായി. തുടർന്ന് ഇന്ന് ഒരു സെമിനാർ കൂടി വന്നപ്പോൾ ചില ആശങ്കകൾ ഉണ്ടായതെന്നല്ലാതെ അതിനപ്പുറം ഒരു രാഷ്ട്രീയമായി അതിനെ കാണേണ്ട കാര്യമില്ല. ഇന്നിപ്പോ ആ കേളുവെട്ടൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പരിപാടിയിൽ ഉണ്ടായിരുന്നു രണ്ടുപേരും. അവിടെ വെച്ച് അവർ കാണുകയും സൗഹൃദം പങ്കിടുകയും ചെയ്തതാണ്. അതിനുശേഷവും കോഴിക്കോട്ടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കാണുക എന്നതിന്റെ അജണ്ട എന്താണ്? പ്രത്യേകമായി എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടോ ഇരു നേതാക്കൾക്കും? അല്ല, അത് കോടിയേരിക്കും വീരേന്ദ്രകുമാറിനെ കണ്ടു, അവരെന്ത് ചർച്ച ചെയ്തുള്ളത് പറഞ്ഞു. സൗഹൃദ സംഭാഷണമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ VS-നെ വീരേന്ദ്രകുമാർ കാണുകയുണ്ടായി. അതൊക്കെ ഒരു സൗഹൃദ സംഭാഷണമാണ്. രാഷ്ട്രീയത്തിൽ നിതാന്ത ശത്രുക്കളും നിതാന്ത ബന്ധുക്കളുമില്ല. എക്കാലവും ശത്രുത വെച്ച് പുലർത്തുന്ന അത് രാഷ്ട്രീയത്തിലുള്ള കാര്യമല്ല. രാഷ്ട്രീയത്തിൽ അത് മാറ്റം വരും. ആ മാറ്റത്തിൻ്റെ അനുസരണമായി വ്യക്തിബന്ധങ്ങളൊക്കെ വെച്ച് അവരത് കാണുന്നതാണ്. പക്ഷേ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമായ പ്രശ്നം വർഗീയതയ്ക്കെതിരായ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ശ്രീ വീരേന്ദ്രകുമാർ ഈ വർഗീയ വിരുദ്ധ കൺവെൻഷനിൽ പ്രസംഗിച്ചെങ്കിൽ നവലിബറൽ നയങ്ങളെ സംരക്ഷിക്കുന്നതും വളർത്തുന്നതും ഈ വർഗീയതയാണ്. ആ നയങ്ങളും ഇത് രണ്ടും പൊരുത്തപ്പെട്ടു വേണം. നവലിബറൽ നയങ്ങൾക്കെതിരായ സമരം വർഗീയതയ്ക്കെതിരായ കൂടി സമരമാണ്. അതിൽ ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയും മുന്നിട്ടിറങ്ങാൻ താല്പര്യമെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു യോജിച്ച വേദിയുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതിൻ്റെ പ്രസ്ഥാനങ്ങളും ആ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ UDF-ൽ നിന്ന് വിട്ടുവരാതെ UDF-നെ സംരക്ഷിച്ചുകൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് ഇതൊരു വിലപേശൽ രാഷ്ട്രീയമായിട്ടാണ് ശ്രീ വീരേന്ദ്രകുമാർ എടുക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല, അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം നോക്കിയാൽ. അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ജനതാദൾ പാർട്ടിയുമാണ് ഈ ചളിക്കുണ്ടിൽ തന്നെ കിടക്കണമോ, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നവലിബറൽ നയങ്ങളെ വർഗീയത നവലിബറൽ നയങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ നിൽക്കണമെന്ന് വേണ്ടത് ആ പാർട്ടി തീരുമാനിക്കും. ഷെയ്പി ഹാരിസ്, അങ്ങനെയുണ്ടോ? അതായത് നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിന് പിന്നിൽ കേവലമായി നിങ്ങളുടെ സംഘടനാപരമായ അതൃപ്തി മാത്രമേ ഉള്ളൂ? അതായത് നിങ്ങൾക്ക് ജില്ലകളിൽ മുന്നണി കൺവീനർ സ്ഥാനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേണ്ടത്ര നിങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നതിനപ്പുറത്തേക്ക് നയപരമായ പ്രശ്നങ്ങളിന്മേലുള്ള ഡിസ്കഷൻ കൂടി നടക്കുന്നുണ്ടോ അവിടെ? ഇപ്പോൾ നവലിബറൽ നയങ്ങളുമായി ബന്ധപ്പെട്ട് UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നയങ്ങളോട് യോജിക്കാൻ കഴിയാത്ത സാഹചര്യമോ വർഗീയതയോടുള്ള മൃദു സമീപനം തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം ഗൗരവതരമായ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾ ചർച്ചക്കെടുക്കുന്നില്ലല്ലോ. കേവലം സംഘടനാപരമായ അതിർത്തി മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്കവിടെ? അല്ല, ഈ നവലിബറൽ നയത്തിനെതിരെ എന്നും എതിർത്തിട്ടുള്ള നേതാവാണ് വീരേന്ദ്രകുമാറും ഞങ്ങളുടെ പാർട്ടിയും.
1991 ഈ നയം നടപ്പിലാക്കിയ സന്ദർഭം മുതൽ കോൺഗ്രസിന്റെയും മൻമോഹൻ സിംഗിന്റെയും അത്തരം നയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ്. ഐക്യജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുമ്പോഴും അത്തരം നിലപാടുകളിലുള്ള എതിർപ്പും വിയോജിപ്പും മുന്നണിക്കകത്ത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ നവലിബർ നയം ഇന്ത്യ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിനേക്കാൾ അപ്പുറം ഇന്ത്യയുടെ വർഗീയ ഫാസിസം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളെ വളരെ ഭയാനകമായി കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊരു കോമൺ പ്ലാറ്റ്ഫോം വേണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു വിശാല ജനാധിപത്യ മതേതരത്വ മുന്നണി വേണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള മതേതര പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷവുമായി സഹകരിച്ച് അത്തരം ഒരു നീക്കത്തിന് തുടക്കം കുറിക്കാൻ വീരേന്ദ്രകുമാർ തയ്യാറായി മുന്നോട്ട് വന്നത്. അതാണ് അവസാനമായി ആനത്തലവട്ടമാണ്. അതിനുള്ള മറുപടി എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോൺഗ്രസിനെ കൂടി ചേർത്തുകൊണ്ട് വലിയ വിശാലമായ മതേതര ബദലുണ്ടാക്കുക എന്നതിലാണ് ഊന്നൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരമൊരു ഊന്നലുള്ളത് കൊണ്ട് കോൺഗ്രസ് മുന്നണി വിട്ട് പുറത്തു വരേണ്ട അത്യന്താപേക്ഷിതമായ സാഹചര്യം വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് മുൻപിൽ ഇല്ലതാനും. പക്ഷേ ഇപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ VSനും വീരനെ പോയി കണ്ടുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസ് മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണെന്ന് പറയുന്നുണ്ട്. ആ മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഞങ്ങളെല്ലാം കാണുന്നത്. പക്ഷേ അവരുടെ പ്രവൃത്തി എടുത്തു നോക്കുമ്പോൾ അവരുടെ കാലത്താണ് അവർ ഭരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദ് ഇടിച്ചു നിരത്തിയത്. അതിനുശേഷം ഈ നാട്ടിൽ നടന്ന എല്ലാ കൊള്ളരുതായ്മകളും നടക്കുന്നതൊക്കെ കോൺഗ്രസിൻ്റെ ഭരണത്തിന് കീഴിലാണ്. അവരുടെ MP-മാർ, ദേശീയ നേതാക്കന്മാർ എല്ലാം BJP-യിലേക്ക് പോവുകയാണ്. ഈ വർഗീയ ഫാസിസ്റ്റ് ഭരണം നടപ്പാക്കുന്ന BJP-യിലേക്ക് ചേരുകയാണ്. കോൺഗ്രസിൻ്റെ മന്ത്രിമാരായിരുന്നവർ തന്നെ രാജിവെച്ച് BJP ചേർന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 50ഓളം ദേശീയ നേതാക്കന്മാരാണ് BJP പോയത്. അവർക്ക് കോൺഗ്രസിൽ നിന്ന് വിട്ടിട്ട് ഈ വർഗീയ കക്ഷിയുടെ വർഗീയ മുന്നണിയിൽ പോകുന്നതിന്, BJP-യിൽ പോകുന്നതിന്, ഫാസിസ്റ്റ് മുന്നണിയിൽ പോകുന്നതിന് ഒരു മടിയുമില്ലാത്തൊരു പാർട്ടിയാണ്. അധികാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പാർട്ടി പോകുന്നത്. അതുകൊണ്ട് മതേതരത്വ പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്ന് ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നില്ല, മതേതരത്വം തകർക്കുന്നവരോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അതാണ് വിശേഷിച്ച് കേരളം പോലുള്ള സംസ്ഥാനം ഉൾപ്പെടെ കോൺഗ്രസ് എടുക്കുന്ന സമീപനം. ഈ നവലിബറൽ നയങ്ങൾ വർഗീയത ഉപയോഗിച്ച് മാത്രമേ ആ നവലിബറൽ നയങ്ങൾ നടപ്പാക്കാൻ സാധിക്കൂ. ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മാത്രമേ. ഇവിടെ ശ്രീ വീരേന്ദ്രകുമാർ പറഞ്ഞുകൊണ്ട് കടലും കരയും കായലും ഇന്ത്യയുടെ സർവസ്വവും വിദേശ കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. ആ നയത്തെ എതിർക്കാൻ ഒരുമിച്ച് നിൽക്കണ്ടേ? അതിൽ താൽക്കാലികമായ ഏതെങ്കിലും ഒരു പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതുകൊണ്ട് ഈ രാജ്യത്തെ ആകെ വിഴുങ്ങുന്ന നവലിബറൽ നയങ്ങളെ എതിർത്ത് പരാജയപ്പെടുത്താൻ സാധിക്കുമോ? അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കാതെ ഇന്ത്യയിൽ ആ നയങ്ങളെ എതിർക്കുന്ന മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. നന്ദി ശ്രീ ആനത്തലവട്ടം. ആനത്തലവട്ടം ശ്രീ KT കുഞ്ഞിക്കണ്ണനൊപ്പം ഷെയ്ഖ് പി ഹാരിസി ചർച്ചയിൽ പങ്കെടുത്ത്. നമസ്കാരം.